السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും അതുപോലെ ഈ ഒരു മജ്ലിസിൽ നാം പറയുന്നതും കേൾക്കുന്നതുമായ അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ അത് പകർത്താനും അത് സ്വീകരിക്കപ്പെടാനും അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം സംസാരിക്കുന്ന വിഷയം അൽ ഹബ്ബു ഫില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിമീങ്ങളിൽ, പ്രത്യേകിച്ച് തൗഹീദിൽ ഊന്നി നിൽക്കുന്ന സഹാബികളുടെയും സഹാബികളെ പിന്മുറക്കാരായി വന്ന സലഫുസ് സാലിഹീങ്ങളുടെയും പാത മുറുകെ പിടിക്കുന്ന ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരു ഗൗരവം കാണാതെ പോകുന്ന, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിത്തരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അൽ ഹബ്ബു ഫില്ലാ എന്നുള്ളത്, അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത്. പരസ്പരം നമുക്ക് പലരോടും ഇഷ്ടം തോന്നാം. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് പ്രകൃതിയാ തന്നെ ചില ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ടാകാം, മക്കളോടുണ്ടാകും, ഭാര്യയോടുണ്ടാകും, സഹോദരങ്ങളോടുണ്ടാവും, കുടുംബക്കാരോടുണ്ടാവും, അയൽവാസികളോടുണ്ടാകാം, ചിലപ്പോൾ ഒരേ നാട്ടുകാരായതുകൊണ്ടുണ്ടാകാം, അങ്ങനെ പല രീതിയിൽ ജോലിക്കാർ, അങ്ങനെ പല രീതിയിൽ പ്രകൃതിയാ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടാകാം. ഒരാളോട് ഇഷ്ടമുണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ടാകാൻ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടാവുക എന്നാണ് പറയാറ്. 3 കാരണങ്ങൾ കൊണ്ട്. അത് 1 ജമാലാണ്, 2 നവാൽ, 3 കമാൽ എന്ന് പറയും. ജമാൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ആവട്ടെ, എന്തോ കാര്യമാവട്ടെ, അതിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അത് നല്ല ഭംഗിയുള്ള ഒരു കാര്യമാണ് എന്നതുകൊണ്ട് ചിലപ്പോൾ ഒരിഷ്ടം തോന്നാം. 2 നവാലാണ്, അയാളെ കൊണ്ട് നമുക്കുള്ള നേട്ടം, നമുക്ക് ലഭിക്കുന്ന ലാഭം, നേട്ടം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരിഷ്ടം തോന്നാം. 3 കമാലാണ്, അതായത് ഏതൊരാളെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ നാം ഇഷ്ടപ്പെടുന്നത്, അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ, അത് അറിവാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവാകാം, അതുകൊണ്ടൊക്കെ അവരോട് ഇഷ്ടം തോന്നാം. യഥാർത്ഥത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഈ 3 കാര്യങ്ങളുടെയും പരിപൂർണത ആർക്ക് മാത്രമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഒരടിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ കാര്യങ്ങൾ മനുഷ്യന്റെ പ്രകൃതിയാവുള്ള കാരണങ്ങളാണ് ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാൻ. അതിന് ഏറ്റവും യോജിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും സൗന്ദര്യമുള്ളവൻ അല്ലെങ്കിൽ ജമീലായിട്ടുള്ളവൻ ആരാണ്? അള്ളാഹു ആണ്. അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത്, എല്ലാ നവാലുകളും ലഭിക്കുന്നതിൽ അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ രീതിയിലും പരിപൂർണതയുള്ളത് അള്ളാഹുവിനാണ്. അപ്പോ ഇവിടെ അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ യഥാർത്ഥ അടയാളം എന്താണ്? ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ യഥാർത്ഥ അടയാളം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളതെല്ലാം ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെയും അള്ളാഹുവിന്റെ ഈ ഇഷ്ടം തിരിച്ചിങ്ങോട്ട്, അഥവാ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത്. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അൻ അബി ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ്
താബിയായിട്ടുള്ള അബു ഇദ്രീസ് അൽ ഖൗലാനി, പല മഹത്തായ ഹദീസുകളുടെയും റാവിയായി വന്നിട്ടുള്ള സഹാബിയാണ് അബു ഇദ്രീസ് അൽ ഖൗലാനി. അദ്ദേഹം പറയാണ്, അന്നഹു ഖാല ദഖൽതു മസ്ജിദ ദിമശ്ഖ ഫഇദാ ഫതൻ ശാബുൻ ബറാഖു ثനായ വഇദാ الناس മഅഹു. അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം ദമസ്കസിലെ മസ്ജിദിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അവിടെ ഒരു വലിയ പ്രായമില്ലാത്ത യുവാവായിട്ടുള്ള ഒരാളുണ്ട്. വളരെ പ്രസരിപ്പ് തോന്നുന്ന ഒരുപാട് ആളുകൾ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന ആ നിലക്ക് ഒരാളെ കണ്ടു. വൈദന്നാസു മഅഹു, ഒപ്പം ആളുകളൊക്കെ ഉണ്ട്. അവിടെ ആളുകൾ, അതേ ഒരു വ്യക്തിയുണ്ട് അവിടെ, ചെറുപ്പക്കാരൻ. ആളുകൾ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി കഴിഞ്ഞാൽ ആളുകളെല്ലാം മടങ്ങുന്നത് ഈ വ്യക്തിയിലേക്കായിരുന്നു. ദമസ്കസിലെ മസ്ജിദിൽ ഒരു വ്യക്തിയുണ്ട്, യുവാവായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അടുക്കലാണ് എന്തെങ്കിലും വിഷയത്തിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ മടങ്ങുക. വസദറു അൻ ഖൗലിഹി, അങ്ങനെ എന്താണോ ആ വ്യക്തി പറയുന്നത് ആ വാക്ക് സ്വീകരിക്കും, പിന്നെ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് അവർ സ്വീകരിക്കാറുണ്ട്. ഫസഅൽതു അൻഹു, അങ്ങനെ അബൂ ഇദ്രീസ് അൽ ഖൗലാനി പറയാണ്, ഞാൻ അന്വേഷിച്ചു അത് ആരാണ്, ആ ഷാബ് ആരാണ് ചോദിച്ചു. ഫഖീല ഹാദാ മുആദ് ഇബ്നു ജബൽ, അപ്പോൾ പറയപ്പെട്ടു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. ഫലമ്മാ കാന അൽ-ഗദു ഹജ്ജർതു ഫവജദ്തുഹു ഖദ് സബഖനി ബിത്തഹ്ജീർ. അങ്ങനെ പിറ്റേന്ന് നിസ്കാരത്തിന് ഞാൻ വളരെ നേരത്തെ പോയി, നേരത്തെ തന്നെ നിസ്കാരത്തിന് പുറപ്പെട്ടു. ഈ വ്യക്തിയെ കാണണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിന് നേരത്തെ പുറപ്പെട്ടപ്പോ എന്നേക്കാൾ മുമ്പ് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഷാബായിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടെ വന്നിട്ടുണ്ട്. വജദ്തുഹു യുസല്ലി, ഞാൻ മുആദ് ഇബ്നു ജബൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഖാല ഫൻതളർതുഹു ഹത്താ ഖവാ സ്വലാതഹു ثم جئته من قبل وجهه. അങ്ങനെ ഞാൻ അങ്ങനെ കാത്തു നിന്നു അദ്ദേഹത്തിന് നിസ്കാരം കഴിയാൻ വേണ്ടിയിട്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിന്നിട്ട് ഫസല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ثم قلت والله إني لأحبك لله. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണേ ഞാൻ നിങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു. അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണ്, അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരെ ഇഷ്ടപ്പെടുക. അപ്പൊ പറഞ്ഞു. അപ്പൊ തിരിച്ചു ചോദിച്ചു, ഫഖാല അല്ലാഹി ഫഖുൽതു അല്ലാഹി, അപ്പൊ ചോദിച്ചു അള്ളാഹുവാണ് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടിയിട്ട്. അപ്പൊ തിരിച്ച് അബൂ ഇദ്രീസ് അൽ ഖൗലാനി പറഞ്ഞു, അതെ അള്ളാഹുവാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു. വീണ്ടും അതേപോലെ ചോദിച്ചു, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ, വീണ്ടും പറഞ്ഞു അതെ. വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു. 3 തവണ അങ്ങനെ ആവർത്തിച്ചു. ഖാല, അബൂ ഇദ്രീസ് അൽ ഖൗലാനി പറയാണ്, ഫഅഖദ ബിഹുബ്ബതി റിദാഇ ഫജബദനി ഇലൈഹി. അങ്ങനെ എന്റെ മേൽവസ്ത്രത്തിന്റെ ഭാഗത്ത് പിടിച്ചിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അബൂ ഇദ്രീസ് അൽ ഖൗലാനിയെ പിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് വലിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി, എന്റെ ഇഷ്ടം അത് നിർബന്ധമായിട്ടുണ്ട്. ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാബിരീന ഫിയ വൽ മുതബാദിലീന ഫിയ. എന്റെ ഇഷ്ടം നിർബന്ധമായിട്ടുണ്ട് ആരുടെ മേലെ? എനിക്ക് വേണ്ടി ആരാണോ പരസ്പരം ഇഷ്ടപ്പെടുന്നത് അവരുടെ മേലെ, എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഇരിക്കുന്നവരുടെ മേലെ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരുടെ മേലെ, എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുടെ മേലെ എല്ലാം എന്റെ ഇഷ്ടം നിർബന്ധമായിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുള്ളക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് മഹത്തായ കാര്യമാണ്, അത് ചെയ്തു. അപ്പോൾ അതിന് പറഞ്ഞ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ മേലെ നിർബന്ധമാകുന്ന ഒരു കാര്യമാണത്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കലാണ്. അള്ളാഹു അവന്റെ ഔലിയാക്കളെയാണ് ഇഷ്ടപ്പെടുക. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ വലിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ വലായത്തും ഉന്നതമായ നേട്ടവും ഈമാനിന്റെ ബലവത്തായ മാർഗവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക? നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും
വളരെയധികം ആളുകൾ സ്വാർത്ഥരായിത്തീരുന്ന, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന, സ്വന്തത്തിന് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മഹത്തായ കാര്യമാണ്. കാരണം മുസ്ലിമീങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്. അത് താബീങ്ങളുടെ കാലത്തും സഹാബികളുടെ തന്നെ അവസാന കാലത്തും ചില സഹാബികൾ പറഞ്ഞ വാക്കുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന നിസ്കാരമല്ലാതെ ഒന്നും നിങ്ങളുടെ ഇടയിൽ കാണാനില്ല. ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിങ്ങളും നിസ്കരിക്കുന്നുണ്ട്, വേറൊന്നും നിങ്ങളുടെ ഇടയിൽ കാണുന്നില്ല എന്ന് അവസാന കാലത്ത് മരണപ്പെട്ട ചില സഹാബികളിൽ നിന്ന് വന്ന ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. അപ്പോൾ പരസ്പരം ഇഷ്ടമുണ്ടാവുക, സ്നേഹിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഒരു കൂട്ടരുടെ ഇടയിൽ ഇട്ടുകൊടുക്കുന്ന മഹത്തായ അനുഗ്രഹമാണ്. മഹത്തായ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ 63-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. അല്ലാഹു പറയാണ്, അല്ലാഹു തആല അവരുടെ ഖൽബുകൾ തമ്മിൽ കൂട്ടിയിണക്കി. ഈ ഭൂമിയിലുള്ള മൊത്തം വസ്തുക്കൾ ചെലവഴിച്ചാൽ പോലും നിനക്കത് കൂട്ടിയിണക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറയാണ്. അള്ളാഹുവാണ് അത് കൂട്ടിയിണക്കിയിട്ടുള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കിയും ഇത് ആരെ പറ്റിയിട്ടാ പറയുന്നത്? മദീനയിൽ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാർ അഥവാ അൻസാരികൾ, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗോത്രങ്ങളുടെ പേരിൽ പല യുദ്ധങ്ങളും, ഒരുപാട് വർഷം കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ പരസ്പരം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന രീതിയിൽ അവരുടെ കൽബുകളെ കൂട്ടിയിണക്കി. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളായി. അതായത് അവർക്ക് പരസ്പരം വെറുക്കാനോ അകൽച്ച വെക്കാനോ പല കാര്യങ്ങളുണ്ടായിരുന്നു. ചിലപ്പോ അവരുടെ നിറമാകാം, അവരുടെ കുടുംബമാകാം, അവരുടെ നാടാകാം, അവരുടെ ജോലിയാകാം, അവരുടെ സ്റ്റാറ്റസ് ആകാം, അവരുടെ സാമ്പത്തിക സ്ഥിതിയാകാം. ഇതെല്ലാം അവർ പരസ്പരം അകലാനുള്ള കാരണങ്ങളായിരുന്നു. ഇതിന്റെ പേരിൽ എനിക്ക് സാമ്പത്തികമായ നേട്ടമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ലാഭമുണ്ട്, അതിന്റെ പേരിൽ ഇഷ്ടപ്പെടാമായിരുന്നു. പക്ഷെ അവരതൊക്കെ മറന്നിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറി തീർന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചോദിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് നാം പരസ്പരം മാറിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും. അത് ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, അള്ളാഹുവിന് വേണ്ടി തടയുന്നത്, അഥവാ ഏതൊരു കാര്യം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അവന്റെ ഇഷ്ടവും വെറുപ്പൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. ഈമാനിന്റെ പൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം ഇഷ്ടപ്പെടുന്നതിലേക്ക് ചേർത്തി വെച്ചിട്ടുണ്ട്. ഈ ഇഷ്ടപ്പെട്ടതിന്റെ മേലെ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ മേലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെല്ലാം മഹത്തായ പ്രതിഫലമാണ്. ഇപ്പൊ നമുക്കറിയാം, തന്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോവുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീദൻ ഔ സാറ അഖൻ ലഹു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ തന്റെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ പേരിൽ താൻ സ്നേഹിക്കുന്ന തന്റെ സഹോദരനെ സന്ദർശിക്കാൻ, വേറെ ഉദ്ദേശമൊന്നുമില്ല, സന്ദർശിക്കാനും വേണ്ടി ഒരാൾ പോവുകയാണ്. ആ പോയി കഴിഞ്ഞാൽ നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അൻതുബ്ത വതാബ മംശാക്, നിന്റെ ആ നടത്തം, നിന്റെ ആ യാത്ര, നിന്റെ ആ പോക്ക് അത് ഏറ്റവും പരിശുദ്ധമായിട്ടുണ്ട്. വതബവ്വഅത മിനൽ ജന്നതി മൻസില, നീ സ്വർഗത്തിൽ നിനക്കൊരു വിഭവം ഒരുക്കിയിട്ടുണ്ട്. അഥവാ സ്വർഗത്തിൽ മഹത്തായിട്ടുള്ള സ്ഥാനം ഒരുക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് വെക്കണം, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്, അവൻ വേറെ കുറച്ച് അപ്പുറത്തൊരു നാട്ടിലാണ്, അത് ചെറിയ ദൂരമാവട്ടെ വലിയ ദൂരമാവട്ടെ, അവനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവനാണ്. കാരണം അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്, അവന് തൗഹീദ് ഉണ്ട്, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, അവന് അറിവുണ്ട്, അവൻ സുന്നത്തുകൾ പിൻപറ്റുന്നവനാണ്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗുണങ്ങൾ അവനിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അവന് ഇഷ്ടമാണ് എന്ന നിലയ്ക്ക് ഒരാളെ സന്ദർശിക്കാൻ നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ?
പറഞ്ഞ ക്ലിയർ ആയില്ലേ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സഹോദരനുണ്ട്, അവനൊന്ന് സന്ദർശിക്കണം എന്ന നിലക്ക് മാത്രം ആ ഒരു നിയ്യത്തിലായിക്കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഹദീസ് നോക്കൂ, നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ സാറ അഖൻ ലഹു ഫീ ഖറിയത്തിൻ ഉഖ്റാ. ഒരു വ്യക്തി അവന്റെ സഹോദരനെ കാണാൻ വേണ്ടി വേറൊരു ഗ്രാമത്തിലുള്ള അവൻ താമസിക്കുന്ന പ്രദേശത്തല്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു സഹോദരനെ കാണാൻ വേണ്ടി പോയി. ഫഅർസലല്ലാഹു ലഹു അലാ മദ്റജതിഹി മലക്കൻ. അവൻ പോണ വഴിയിൽ അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിച്ചു. ഫലമ്മ അതാ അലൈഹി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ, ഈ മലക്കിന്റെ അവിടെ എത്തിയപ്പോൾ ഈ മലക്ക് ചോദിച്ചു, ഖാല അയ്ന തുരീദു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എങ്ങോട്ടാ പോണത്? എന്താ നിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉരീദു അഖൻ ലി ഫീ ഹാദിഹിൽ ഖറിയ. ഈ ഗ്രാമത്തിൽ, ഈ നാട്ടിൽ എന്റെ ഒരു സഹോദരനുണ്ട്, അവനെ കാണാൻ വേണ്ടിയിട്ടാ. സഹോദരൻ പറഞ്ഞാല് ഒരു ഉപ്പാന്റെമാര് മക്കളായിട്ടല്ല, രക്തബന്ധത്തിന്റെ പേരിലുള്ള അല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സഹോദരൻ, അവനെ കാണാനാണ്, അവൻ ഉദ്ദേശിച്ചിട്ടാണ്. ഈ മലക്ക് ചോദിക്കും, ഖാല ഹൽ ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബ്ബുഹാ. എന്തെങ്കിലും നീ അവനിൽ നിന്ന് നിനക്ക് ലഭിക്കാനുണ്ടോ? എന്തെങ്കിലും പണം കൊടുത്തതോ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ലാഭമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടോ? ഖാല ലാ. ഇല്ല, ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഗൈറ അന്നി അഹ്ബബ്തുഹു ഫില്ലാഹി അസ്സ വജൽ. ഒരു കാര്യമുള്ളൂ, അവന് ഇഷ്ടമാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടി ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖാല ഫഇന്നി റസൂലുള്ളാഹി ഇലൈക ബിഅന്ന അല്ലാഹ ഖദ് അഹബ്ബക മാ അഹ്ബബ്തഹു ഫീഹി. ആ മലക്ക് ആ സമയത്ത് അവരോട് പറയും, ഞാൻ അള്ളാഹു അയച്ച റസൂലാണ്, അള്ളാഹു എന്നെ നിയോഗിച്ചാണ് നിന്നെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആ മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിയ്യത്തിൽ നമുക്ക് എന്തെങ്കിലും, നമ്മളത് ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും ഒരു സഹോദരനെ കാണാൻ നമ്മുടെ കയ്യിൽ വാഹനം ഉണ്ടാകും, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാകും, ഈ പോട്ടെ തൊട്ടടുത്തൊരു ഗ്രാമത്തിലായിക്കോട്ടെ, പക്ഷെ ഈ ഒരു നിയ്യത്തിൽ പോയി സന്ദർശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഈ ഒരു ഹദീസിനെ ഫായിദയായിട്ട് പറയുന്നുണ്ട്. വഫി ഹാദൽ ഹദീസി ഫദ്ലു സിയാറത്തിൽ ഇഖ്വാൻ. ഈ ഹദീസിൽ സഹോദരന്മാരെ സന്ദർശിക്കുന്നതിന്റെ ഫദ്ലിനെ അറിയിക്കുന്നു. വഹാദ അംറുൻ ബഖിയ ഇസ്മുഹു വദഹബ റസ്മുഹു. ഈ ഒരു കാര്യം, ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന സഹോദരന്മാരെ സന്ദർശിക്കുക എന്നുള്ളത് പേര് മാത്രമേ ബാക്കിയുള്ളൂ, പേരുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആളുകൾ ഇതൊക്കെ എന്നേ ഒഴിവാക്കിയിട്ടുണ്ട്. ഫഇന്നൽ ഇഖ്വാന ഫില്ലാഹി അസ്സ വജൽ അഅസ്സു മിനൽ കിബ്രീത്തിൽ അഹ്മർ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സഹോദരന്മാരുണ്ടാവുക എന്നുള്ളത് വിലപിടിപ്പുള്ള ഏറ്റവും മൂല്യവത്തായ വസ്തുക്കൾ, പവിഴോ മുത്തോ, അതിനേക്കാളെല്ലാം, അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങളോ അങ്ങനെ എന്തോ ആവട്ടെ, അതിനേക്കാളെല്ലാം മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇബ്നു ജൗസി പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ബഖിയ ഇസ്മുഹു വദഹബ റസ്മുഹു. അതിന്റെ ഒരു ചിഹ്നമോ അടയാളങ്ങളോ ഒന്നുമില്ല, വെറുതെ പറയുന്ന കാര്യം മാത്രമായിട്ട് അത് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്നവർ, പരസ്പരം സന്ദർശിക്കുന്നവർ, ചില ഹദീസുകൾ നേരത്തെ പറഞ്ഞ ഹദീസുകൾ മുത്തജാവിരീന, പരസ്പരം സന്ദർശിക്കുന്നവരെന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ കുറച്ച് ആളുകൾ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും അത് അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ ഈമാനിൽ ഉണ്ടാക്കുന്ന പരിപൂർണതയും നാളെ പരലോകത്ത് നമുക്ക് നേടിത്തരുന്ന സ്ഥാനവും അതിമഹത്തരമാണ്. ഈ ഒരു കാര്യത്തിന് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നു എന്നതുപോലെ തന്നെ പരലോകത്ത് നമ്മുടെ സ്ഥാനം അല്ലെങ്കിൽ അവിടെയുള്ള നേട്ടം വളരെ വലുതാണ്. ഒന്ന് രണ്ട് ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു തആല പറയും, ഐനൽ മുത്തഹാബ്ബൂന ബിജലാലി. എന്റെ മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ എവിടെ? അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ എവിടെ? അൽ യൗമ ഉദുല്ലുഹും ഫീ ദുല്ലി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലി. ഇന്നിതാ ഞാൻ അവർക്ക് തണലേകുന്നതാണ്, വേറൊരു തണൽ ലഭിക്കാത്ത ഈ ദിവസത്തിൽ എന്റെ തണല് ഞാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നതാണ്. മറ്റൊരു ഹദീസ് ഇതിനേക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദാവൂദ് ഉദ്ധരിക്കപ്പെട്ടുള്ളതാണ്,
ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ മാ ഹും ബിഅംബിയാഅ വലാ ശുഹദാഅ യഗ്ബിതുഹുമുൽ അംബിയാഉ വശുഹദാഉ യൗമൽ ഖിയാമ ബിമകാനിഹിം മിനല്ലാഹ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ നബിമാരല്ല, അവർ ശുഹദാക്കളല്ല. നബിമാരല്ല, ശുഹദാക്കളല്ല. പക്ഷെ നബിമാരും ശുഹദാക്കൾക്ക് പോലും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന അത്ര മഹത്തായ സ്ഥാനത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് പറയും. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖ്ബിറുനാ മൻഹും, റസൂലെ അവരാരാന്ന് അറിയിക്കും. നമ്മൾ ആലോചിച്ച് നോക്കും, നബിമാര് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യന് നേടാൻ പറ്റുന്നതിൽ ഉന്നതമായ ദർജകൾ പെട്ടതാണ്. നബി ആണെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുക്കണം, ഷഹീദാണെങ്കിൽ അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കൽ വേണം. പക്ഷെ അതിന് ചില പരിശ്രമങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മഹത്തായ സ്ഥാനമാണ്. അപ്പൊ അവര് പോലും കൊതിച്ചു പോകുന്ന ഈ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയിച്ചു തരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഖൗമുൻ തഹാബു ബിറൂഹില്ലാഹ് അലാ ഗൈരി അർഹാമിൻ ബൈനഹും. അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവര് തമ്മിൽ ഒരു രക്തബന്ധമില്ല, ഒരു കുടുംബ ബന്ധമില്ല, ഒന്നുമില്ല. വലാ അംവാലിൻ യതആതൗനഹ, അവർ പരസ്പരം ഒരു സാമ്പത്തിക ഇടപാടുമില്ല. കച്ചവടത്തിന്റെ പാർട്ണർമാരല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാനില്ല, ഒരു ഗുണം, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇന്ന വുജൂഹഹും ലനൂറുൻ, നാളെ അവരുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. വഇന്നഹും അലാ നൂരിൻ, അവർ പ്രകാശത്തിന്റെ മേലായിരിക്കും. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ് വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്. ജനങ്ങൾ ഭയപ്പെടുന്ന ആ സമയത്ത് അവർ ഭയപ്പെടേണ്ടി വരില്ല, ജനങ്ങൾ ദുഃഖിക്കുന്ന സമയത്ത് അവർ ദുഃഖിക്കേണ്ടി വരില്ല നാളെ മഹ്ശറിൽ. വഖറ ഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്ത് കൂടി പാരായണം ചെയ്തു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു ഭയമോ ദുഃഖമോ ഇല്ല എന്നുള്ള ആയത്ത് ഓതി കൊടുക്കുക. അഥവാ അള്ളാഹുവിന്റെ വലായത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ വലിയ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുള്ള മഹത്തായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് നമുക്ക് അതായിരിക്കണം ഒരാളെ ഇഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ തെളിയണം. നമ്മൾ നോക്കൂ, ചരിത്രത്തിൽ കാണുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് ആലോചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക എന്ന് മനസ്സിലാകാതെ പോയിട്ടുള്ള സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു യുദ്ധ സന്ദർഭത്തിലോ മറ്റോ സഹാബികൾ അവർ വെള്ളത്തിന് വേണ്ടി ഒരാൾ ചോദിച്ച സമയത്ത് അതിൽ ഒരാളിൽ നിന്ന് ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ വേറൊരാൾ ചോദിക്കുന്നത് കണ്ടു, അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അയാൾക്ക് അടുത്ത ആൾ ചോദിക്കുന്നു, അടുത്ത ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അവസാനം ആദ്യത്തെ ആളിലേക്ക് തന്നെ എത്തുന്നത്. അഥവാ ഈസാർ എന്ന് പറയും. അഥവാ തന്നേക്കാൾ മറ്റൊരാൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന അവസ്ഥ, തന്റെ സ്വന്തത്തിനേക്കാൾ മറ്റൊരാൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന അവസ്ഥ. അത് അള്ളാഹുവിന്റെ അടുക്കൽ തെളിയിച്ചു കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഒരു ഇനമാണ് ഈസാർ എന്നുള്ളത്. അത് വളരെ മഹത്തരമായിട്ടുള്ള ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ അതൊരു ഇബാദത്താണ് എന്ന നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രതിഫലം അതിമഹത്തരമാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ കാണാം. മസലുൽ അഖ്വൈനി ഇദാ ഇൽതഖയാ മിസ്ലുൽ യദൈനി തഗ്സിലു ഇഹ്ദാഹുമാ അൽ-ഉഖ്റാ. രണ്ട് സഹോദരന്മാർ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ട് സഹോദരന്മാർ, അവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ പോലെയാണ്. ഒരു കൈ മറ്റൊന്നിനെ കഴുകുന്നത് പോലെ ആ കഴുകുന്ന കൈകൾ പോലെയാണ്. വമൽതഖാ മുഅ്മിനാനി ഖത്തു ഇല്ലാ അഫാദല്ലാഹു അഹദുഹുമാ മിൻ സാഹിബിഹി ഖൈറാ. ആ രണ്ട് സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നില്ല. ഖത്തു ഇല്ലാ അഫാദല്ലാഹു അഹദുഹുമാ മിൻ സാഹിബിഹി ഖൈറാ. തന്റെ കൂട്ടുകാരനിൽ നിന്ന് ഒരുവര് എന്തെങ്കിലും നിലക്കൊരു ഖൈറുണ്ടാവാതെ. അതായത് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ ഒരാളിലുണ്ടോ അത് മാത്രമായിരിക്കണം കാരണം. അങ്ങനെയുള്ള സ്നേഹങ്ങൾ പരസ്പരം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് ആ ഒരു ബന്ധം കൊണ്ട് നമ്മൾ പുതിയ പുതിയ അറിവുകൾ ലഭിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മൾക്ക് വെല്ലത്ത് സംഭവിക്കുമ്പോൾ, തെറ്റ് സംഭവിക്കുമ്പോൾ, പിഴവ് സംഭവിക്കുമ്പോൾ നേരായ മാർഗം പറഞ്ഞു തരും. നീ ചെയ്യുന്നത് ശരിയല്ല, നീ ആ പോകുന്നത് അപകടമാണ് എന്ന നിലയ്ക്ക് ഉപദേശിക്കും. പരസ്പരം ഉപകാരം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് അത് ഉണ്ടാവുക എന്ന് പറയുകയാണ്. ഇനി സഹോദരങ്ങളെ, മറ്റൊരു മഹത്തായിട്ടുള്ള ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ പല ആളുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടി നാം ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് അയാളോട് അറിയിക്കണം എന്നുള്ളത്, അത് അയാളോട് പറയണം. പല ആളുകൾക്ക് അതൊരു മടിയാണ്. ഞാൻ എന്തിനാ അതിന്റെ ആവശ്യം? ചിലപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. എല്ലാവരോടും അത് തോന്നിക്കൊള്ളൊന്നുമില്ല.
നമ്മുടെ കൽബിൽ ഹബ്ബ് എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലോ പ്രത്യേകമായിട്ടുള്ള കാര്യമാണെന്ന് ഉലമാക്കൾ പറയാറ്. അത് അള്ളാഹു തആല ചില ആളുകൾക്ക് പ്രത്യേകമായി ഇട്ടുകൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ കൽബിൽ ഒരാളോട് അള്ളാഹുവിന് വേണ്ടി നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് അയാൾ അറിയിക്കണം എന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അന്ന റജുലൻ കാന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമറ ബിഹി റജുലുൻ, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേറൊരു വ്യക്തി അവരുടെ അടുക്കലൂടെ കടന്നുപോയി. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വ്യക്തി പറഞ്ഞു, എടുത്ത് നിൽക്കുന്ന വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ലഉഹിബ്ബു ഹാദാ, റസൂലേ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അവനെ നല്ല ഇഷ്ടമാണ്, അപ്പൊ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലംതഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അവനെ അറിയിച്ചോ? നിനക്ക് അവനോട് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമുണ്ട്, നീ അവനെ അറിയിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഇല്ല ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിംഹു, നീ അവനെ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അയാളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ നിന്നെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചു പറഞ്ഞു, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത്, അവൻ നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. എന്തൊരു മനോഹരമാണ്, ആലോചിച്ച് വെക്കേ. അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക, ആ ഇഷ്ടം അറിയിക്കുക, അതിനിതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാകട്ടെ എന്ന് പറയുക, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക, തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന മഹത്തായ ഇബാദത്താണ്. അതുപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ഈമാനിന് ഒരു ലസ്സത്തുണ്ട്, ഒരു ഹലാവത്തുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു ലസ്സത്തുള്ളത് പോലെ ഈമാനിന് ഒരു ലസ്സത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്, അതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു രുചിയുണ്ട്, അതിനൊരു മാധുര്യമുണ്ട്, ഒരു മധുരമുണ്ട് അതിന്. അത് ആസ്വദിക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടാതെ അത് ലഭിക്കില്ല. അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടാൻ പഠിക്കാതെ അത് അമലാക്കാതെ ഈമാനിന്റെ മാധുര്യം കണ്ടെത്താൻ സാധിക്കില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം കണ്ടെത്തും, ഈമാനിന്റെ മാധുര്യം കണ്ടെത്തും എന്നിട്ട് പറയാണ്, എന്താണത്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നാമത്തേത് പറഞ്ഞത് അള്ളാഹുവും റസൂലുമായിരിക്കണം അവന് മറ്റെന്തിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരിക്കണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കൂല. അതാ പറഞ്ഞത്, ഒരാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന് വേണ്ടി തന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുക. ആ ഒന്നാമത്തെ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ? ഒരാളെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. അതല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിലും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അതോ ഇഷ്ടം ഉണ്ടാകാം, പ്രകൃതിയാ ഉണ്ടാകാം, പക്ഷേ ഈ സ്നേഹത്തിന്റെ അടിസ്ഥാന കാരണം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അവനിലുള്ളത് കൊണ്ടായിരിക്കണം. മൂന്നാമത്തേത് തിരിച്ചു കുഫറിലേക്ക് പോകുന്നത് തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ അവൻ വെറുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടൊരു കാര്യമാണിത്. കാരണം ദീനിലെ പല മസായിലുകളും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഹോദരൻ വിവാഹം അന്വേഷിച്ച സ്ത്രീയെ അതിലൊരു തീരുമാനമാകാതെ അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു എന്ന് ഉറപ്പില്ലാതെ വേറൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം അന്വേഷിക്കാൻ പാടില്ല. കച്ചവടം ഉറപ്പിച്ചതിൽ അങ്ങനെ, കച്ചവടവുമായി ബന്ധപ്പെട്ട ധാരാളം മസലകൾ, ഒരങ്ങാടിയിൽ കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങളെല്ലാം ദീനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതിന്റെ എല്ലാം ലക്ഷ്യം, അടിസ്ഥാനം ഉലമാക്കൾ, അതായത് അതിൽ ചില ചോദ്യങ്ങൾ വരുമ്പോ, അപ്പൊ അങ്ങനെ ആകുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു സഹോദരൻ ഈ വിലക്ക് കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിനേക്കാൾ വില കുറച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുമോ, അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉലമാക്കൾ പല മസലകളിലും അവസാനം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെയൊക്കെ ഉദ്ദേശ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? പരസ്പരം മാനസികമായിട്ട് അകൽച്ച ഉണ്ടാവാൻ പാടില്ല, പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഇഷ്ടക്കുറവുണ്ടാകാൻ പാടില്ല. അതില്ലാത്ത നിലക്കാവുമ്പോഴേ അത് പറ്റുള്ളൂ എന്ന നിലക്ക് ചില മസായിലുകളിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് നഷ്ടപ്പെടരുത് എന്നുള്ളതിന് എല്ലാ രീതിയിലും ആവശ്യമായ കാര്യങ്ങൾ ദീന് പഠിപ്പിച്ചിട്ടുണ്ട്.
പരസ്പരമുള്ള സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി അയൽവാസികളാവട്ടെ, സലാം പറയലാവട്ടെ, അതുപോലെ രോഗസന്ദർശനമാവട്ടെ, സമ്മാനം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കലാവട്ടെ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ എല്ലാം അടിസ്ഥാന ഉദ്ദേശം, അതിന്റെ മഖ്സദ്, അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഇതാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആളുകളായിട്ട്, അവരുടെ കൽബുകൾ കോർത്തിണക്കിയ ആളുകളായിട്ടിരിക്കണം. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എന്തിന്റെയൊക്കെയോ പേരിൽ പരസ്പരം അകന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരുമിച്ചുണ്ട് എന്ന് തോന്നുന്നെങ്കിലും കൽബുകൾ പരസ്പരം അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുവായിട്ട് മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ഇത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അതായത് ഇത് ഇപ്പൊ നിസ്കരിക്കാൻ നമ്മൾ പഠിച്ചു, ആ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് 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 ഞാൻ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്, ഇതെനിക്ക് ഉണ്ടാകണം, ഇത് ഞാൻ ചെയ്യണം എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളെക്കാൾ നമ്മുടെ സഹോദരന് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരവസ്ഥ, നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തആല പറഞ്ഞതുപോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ളത്. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള പരലോകത്തെ സ്വർഗപ്രവേശനം, അത് ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഈമാനാണ്. അടിസ്ഥാന യോഗ്യത ഈമാനാണ്. ആ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ എന്തുണ്ടാകണം? ഈ പറഞ്ഞ കാര്യം വേണം. ഒരു ഹദീസ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹു ആണ് സത്യം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ, സ്നേഹിക്കാതെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി തീരുകയുമില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങളായി തീരുകയുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഗൗരവത്തിൽ ഒരു നമ്മൾ കൊണ്ടുവരേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഒന്ന് രണ്ട് കാര്യം ഈ വിഷയവുമായി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഈ സുഹൃത്ത് ബന്ധം, നമ്മുടെ കൂട്ടുകാർ, ആ വലയം എന്താണെന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹു വെറുക്കുന്ന സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന്റെ പേരിലുള്ള സുഹൃത്ത് ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എന്റെ ഇഷ്ട സുഹൃത്തുക്കൾ ഇന്നാലിന്ന ആളുകളാണ്, എന്നാൽ അവരുടെ ഗുണങ്ങളോ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അവരാണ് എന്റെ സുഹൃത്തുക്കൾ, അവരാണ് എന്റെ കൂട്ടുകാർ, അവരുമായിട്ട് ഞാൻ സമയം ചെലവഴിക്കുന്നത്, അവരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് നമ്മുടെ അവസ്ഥ എങ്കിൽ ഈ ഒരു ആയത്ത് ഗൗരവത്തിൽ നാം സ്വന്തത്തിനോട് പാരായണം ചെയ്യേണ്ടതാണ്. സൂറത്ത് സുഹ്റുഫിൽ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, പരസ്പരം ഉറ്റമിത്രങ്ങളായിട്ടുള്ള ആളുകൾ, ദുനിയാവിൽ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് പരലോകത്ത് പരസ്പരം ശത്രുക്കളായിരിക്കും. ചിലപ്പോ ഒരു ഹറാമ് കണ്ടിട്ട്, ദാ ഇന്നാലിന്റെ ഹറാമ് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്, നീയും കണ്ടു നോക്കിക്കോ. ഒരു ഹറാമ് കേട്ടിട്ട് ഇന്നാലിന്റെ ഹറാമ് ഞാൻ കേട്ടത് നീ കേട്ടോ, അല്ലെങ്കിൽ ഇന്നാലിന്റെ കാര്യം, അല്ലെങ്കിൽ ഇന്നാലിന്റെ തെറ്റ്, ഇന്നാലിന്റെ പഴച്ച വിശ്വാസങ്ങൾ, പഴച്ച വാദങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന, പറഞ്ഞിരുന്ന അങ്ങനെയുള്ള ആളുകളാണ് എന്റെ സുഹൃത്തുക്കൾ എങ്കിൽ, അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ മനസ്സിലാക്കണം, പരസ്പരം ശത്രുക്കളായിരിക്കും പരലോകത്ത്. ആര് മാത്രമേ പരലോക സുഹൃത്തുക്കളായി ഉണ്ടാവുള്ളൂ? ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി അവസാനമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ തരത്തില് ആളുകൾ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗുണങ്ങൾ ഒരാളുടെ ഉണ്ടാവും, പക്ഷെ അയാളുടെ സ്വഭാവത്തിൽ ഒരു കുറവുണ്ട്, അയാളുടെ സ്വഭാവത്തിൽ ഇന്നാലിനൊരു കുറവുണ്ട്, ഇന്നാലിനൊരു ന്യൂനതയുണ്ട്, ഇന്നാലിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും അത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗുണങ്ങൾ അവനിൽ ഉണ്ടാകും. പക്ഷേ ആ ഗുണങ്ങൾ കാരണത്താൽ ഈ കുറവിന് വേണ്ടിയിട്ട് മറച്ചു വെക്കാനും അത് ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. അതായത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്കിടയിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ആ തെറ്റ് അവനുണ്ടെങ്കിൽ, അല്ല കുറവ് അവനുണ്ട് എങ്കിൽ അവന് വേണ്ടി അത് മാറ്റി കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക, അങ്ങനെയൊക്കെ ചെയ്യുക.
ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊന്നും അത് നിലനിൽക്കുന്ന, അത് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാക്കാതിരിക്കുക. കാരണം നാളെ സ്വർഗത്തിൽ എത്തുന്നതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ കൽബിൽ നിന്ന് ഒഴിവാക്കി തരുന്ന അള്ളാഹു തആല പറഞ്ഞു നോക്കുക, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പറയുന്ന വാക്കാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അതിനു മുമ്പ് അള്ളാഹു പറയാണ്, നാം അവരുടെ കൽബിൽ നിന്ന്, അവരുടെ നെഞ്ചിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എന്തൊക്കെ ഇഷ്ടക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയെടുത്തിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്. അപ്പോ കൽബിനെ ആ രീതിയിൽ ശുദ്ധീകരിച്ച് അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഇബാദത്താണ്. അള്ളാഹുവിന്റെ വലായത്ത് നേടിത്തരുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത പദവി നേടിത്തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യാൻ, അത് പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക. അതുപോലെ ഒരു ഹദീസ് ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ച സഹോദരന്മാർ പിന്നീട് പിണങ്ങുന്നുണ്ട് എങ്കിൽ, തെറ്റുന്നുണ്ട് എങ്കിൽ, പിണങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊരാൾ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായിരിക്കും അത്. അതിലൊരാൾ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായിരിക്കും അത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹം നിലനിർത്താൻ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ്. പക്ഷേ ഈ പരസ്പരം സ്നേഹിക്കുന്നതോട് മുഖേന അള്ളാഹുവിന്റെ വലായത്തും അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനവും പരലോകത്തുന്നതമായ പദവിയും നമുക്ക് ലഭിക്കുകയും നേടാൻ കാരണമാവുകയും ചെയ്യും. ഗൗരവത്തിൽ ഈ കാര്യം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അമലാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തആല അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന, മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുത്ത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് നമ്മെ മാറ്റുമാറാകട്ടെ. അള്ളാഹുവിന്റെ അങ്ങനെ മഹത്തായ അള്ളാഹുവിന്റെ വലായത്ത് നേടുന്ന, പരലോകത്ത് പറഞ്ഞതുപോലെയുള്ള പ്രത്യേകമായ മിമ്പറുകളിൽ, പ്രകാശത്തിന്റെ മിമ്പറുകളിൽ ഒരുക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.